നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിലും എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി പുതിയ സർക്കാർ. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ എക്സൈസ് മന്ത്രി M. ലിജു ഇത് സംബന്ധിച്ച നിർണായക സൂചനകൾ നൽകി. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനും ശക്തിപ്പെടുത്താനും തീരുമാനം. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുമ്പ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി പോലീസ്. മേഖലയിൽ പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രതിനിധികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗതാഗതക്കുരുക്കിൽ കുരുങ്ങി ചാവക്കാട് നഗരം. വിശേഷ അവധി ദിവസങ്ങളിൽ കുരുക്ക് വർദ്ധിക്കുന്ന സ്ഥിതി. ബീച്ച് റോഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. പ്രശ്നപരിഹാരത്തിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിലും എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി പുതിയ സർക്കാർ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് എക്സൈസ് മന്ത്രി M. ലിജു ഇത് സംബന്ധിച്ച നിർണായക സൂചനകൾ നൽകിയത്. വകുപ്പിന്റെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും വരും ദിവസങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ പ്രകടമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശുപാർശകളും നിർദ്ദേശങ്ങളും എഴുതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം. എക്സൈസ് വകുപ്പിനെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കേസന്വേഷണങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഫോൺ രേഖകൾ ശേഖരിക്കാനുള്ള അനുമതിയടക്കം ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ വകുപ്പിന് ലഭ്യമാക്കും. നിലവിലുള്ള ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ എക്സൈസ് വകുപ്പിന്റെ അംഗബലം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി ഉന്നതതല യോഗത്തിൽ ഉറപ്പു നൽകി. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുമ്പ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി പോലീസ്. ചാവക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രതിനിധികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷയും അനുബന്ധ വിഷയങ്ങളും മുൻനിർത്തിയാണ് ചാവക്കാട് പോലീസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ പ്രതിനിധികൾക്കായി MRRM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് നടത്തിയത്. പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NS രാജീവ് ക്ലാസിന് നേതൃത്വം നൽകി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ അധികൃതരും പോലീസും തമ്മിൽ പുലർത്തേണ്ട ആശയവിനിമയത്തെക്കുറിച്ചും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, ട്രാഫിക് സുരക്ഷ എന്നിവയെക്കുറിച്ചും ക്ലാസിൽ വിശദീകരിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻഗണനയെന്നും ഇതിനായി സ്കൂളുകളുമായി ചേർന്ന് പോലീസ് ശക്തമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി. ടാജി C. ജോർജ്, CPOമാരായ D. സുകന്യ, KN നീതു, PR അജിത് എന്നിവരും പങ്കെടുത്തു. സ്റ്റേഷൻ പരിധിയിലെ 26ഓളം സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സുരക്ഷാ ക്ലാസിൽ പങ്കെടുത്തു. ഗതാഗതക്കുരുക്കിൽ കുരുങ്ങി ചാവക്കാട് നഗരം. വിശേഷ അവധി ദിവസങ്ങളിൽ കുരുക്ക് വർദ്ധിക്കും. ബീച്ച് റോഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ബീച്ചിലേക്ക് കടൽ കാണാനെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽ പെടുന്നതിൽ അധികവും. മുല്ലത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ നിന്നും വലിയ വാഹനങ്ങൾ ചാവക്കാട്ടേക്ക് തിരിയുവാനുള്ള പ്രയാസവും ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നുണ്ട്. ചാവക്കാട് നിന്ന് ബീച്ചിലേക്കുള്ള റോഡിൽ ചില സമയങ്ങളിൽ ആംബുലൻസ് പോലും കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. പലപ്പോഴും ബീച്ച് മുതൽ ചാവക്കാട് വരെ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാകുന്നത്. പ്രദേശവാസികൾക്ക് പോലും ഈ സമയങ്ങളിൽ വാഹനവുമായി പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. പ്രശ്നപരിഹാരത്തിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം നഗരസഭാതല അംഗൻവാടി കലോത്സവം തിരുത്തിക്കാട് നടന്നു. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി കുന്നംകുളം നഗരസഭാതല അംഗൻവാടി പ്രവേശനോത്സവം തിരുത്തിക്കാട് 77 നമ്പർ അംഗൻവാടിയിൽ ആഘോഷിച്ചു. വർണ്ണാഭമായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച കുരുന്നുകൾക്ക് മധുരപലഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ടാണ് പ്രവേശനോത്സവം ആകർഷകമാക്കിയത്. ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി മോൺസി, പുഷ്പ ജോൺ, ആർഷ ജിജു എന്നിവർ സംസാരിച്ചു. തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂൾ പ്രധാനാധ്യാപിക ജയമോൾ, MA വേലായുധൻ, അംഗൻവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ കൂട്ടുകാരെ വരവേൽക്കാൻ അംഗൻവാടി മുറ്റം ബലൂണുകളും തോരണങ്ങളും കൊണ്ട് മനോഹരമാക്കിയിരുന്നു. ചാവക്കാട് തിരുവത്രയിൽ DCC അംഗത്തെ ആക്രമിച്ചതായി പരാതി. DCC അംഗവും കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിനെയാണ് ആക്രമിച്ചതായി പരാതി ഉയർന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വീട്ടിലേക്ക് വരുന്ന വഴി തിരുവത്ര കോട്ടപ്പുറത്ത് വെച്ചായിരുന്നു ആക്രമണം.
ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ നൌഫൽ ചികിത്സ തേടി. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് പറയുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കടവല്ലൂർ കല്ലുംപുറത്ത് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ കല്ലുംപുറം സ്വദേശി പുലിക്കോട്ടിൽ 79 വയസ്സുള്ള ബേബി, ഏടപ്പാൾ സ്വദേശി കുന്നത്തേൽ വീട്ടിൽ 25 വയസ്സുള്ള സായന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും നാട്ടുകാർ ഉടൻ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടപ്പാൾ സ്വദേശിയായ സായന്തിന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് സായന്തിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കല്ലുംപുറം സെന്ററിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് അപകടമുണ്ടായത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടർ പഴഞ്ഞി റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ പിറകിൽ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. CPI നേതാവും മുൻ കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം CPIMന്റെ മുതിർന്ന നേതാവ് ബേബി ജോണിന് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം CPI ദേശീയ കൗൺസിൽ അംഗം CN ജയദേവൻ കൈമാറി. VK രാജന്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന അനുസ്മരണവും പുരസ്കാര വിതരണവും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, KV വസന്തകുമാർ, CC വിജിൻ ചന്ദ്രൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, KS ജയ എന്നിവർ സംസാരിച്ചു. മരത്തങ്കോട് സന്മനസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മരത്തങ്കോട് ബഹറിൻ പാലസിൽ നടന്ന ചടങ്ങ് കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി. സന്മനസ് ജനറൽ കൺവീനർ K അബു താഹിർ, ഹബീബ് കോയത്തങ്ങൾ, അലി ഹാജി, AY അനസ്, ഗഫൂർ കുളങ്ങര വളപ്പിൽ, സിദ്ദിഖ് നാറാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ബാഗ്, കുട, നോട്ട് പുസ്തകങ്ങൾ, പെൻ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രവാസിയായ ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് KK സൈഫുദ്ദീൻ അറിയിച്ചു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ജൂൺ 7-നാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി നടന്ന പാട്ടുകുർബാനയ്ക്കും ലതീഞ്ഞ് നൊവേന എന്നീ തിരുകർമ്മങ്ങൾക്കും ശേഷം തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിവസമായ ജൂൺ 7-ന് രാവിലെ 10 മണിക്ക് ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ പാട്ടുകുർബാന നടക്കും. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം ഊട്ടുസദ്യയും നടക്കും. തിരുനാളാഘോഷത്തിന് വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത്, ജനറൽ കൺവീനർ ഡേവിഡ് അതിയുന്തൻ, ജോയിന്റ് കൺവീനർമാരായ KC തോമസ്, ജോൺസൺ അറങ്ങാശ്ശേരി, ഊട്ട് കൺവീനർ ഫ്രാൻസിസ് പ്രിൻസ് അറങ്ങാശ്ശേരി, ഫിനാൻസ് കൺവീനർ വർഗീസ് കുണ്ടുകുളം, പബ്ലിസിറ്റി കൺവീനർ സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള ടീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ടീസ് വിദ്യാ പുരസ്കാര വിതരണം ജൂൺ 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മെഗാ അനുമോദന ചടങ്ങിന്റെ തൃശൂർ ജില്ലാതല പുരസ്കാര വിതരണം ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അശ്വമേധം ഫെയിം GS പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 60% മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ 80% രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു. സൗജന്യ രജിസ്ട്രേഷനായി വെബ്സൈറ്റിലും 97 47 98 17 81 92 07 90 35 01 എന്നീ മൊബൈൽ നമ്പറിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അനുമോദന സദസ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും TS എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ മുഹമ്മദ് ഷമീം, ഫാസിൽ മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് 1977-83 അലുമിനി സംഘടിപ്പിക്കുന്ന ഫോർ ദി മെമ്പേഴ്സ് ബൈ ദി മെമ്പേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഏകദിന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. യോഗാചാര്യൻ ഷാജി മാസ്റ്റർ അംഗങ്ങൾക്ക് പരിശീലനം നൽകി. ആധുനിക ജീവിതത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ശ്രീചിത്ര ആയുർവേദ അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രതിഭ മധുസൂദനൻ വിശദീകരിച്ചു. മധ്യവയസ്കരിൽ സാധാരണയായി കണ്ടുവരാറുള്ള അസുഖങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ശ്രീചിത്ര ആയുർവേദ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി വി മധുസൂദനൻ സംസാരിച്ചു. ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ നേഹ അടിയന്തര വൈദ്യസഹായത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് സീമ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സിദ്ദിഖ് കൈതമുക്ക്, പ്രോഗ്രാം ഡയറക്ടർ കെ പി അബ്ദുൾ നാസർ, അസോസിയേറ്റ് ഡയറക്ടർ സേതുമാധവൻ, ട്രഷറർ വി ജി ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ശ്രീചിത്ര ആയുർവേദ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി വി മധുസൂദനെയും ആയുർവേദ അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രതിഭ മധുസൂദനെയും ചടങ്ങിൽ ആദരിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇന്ധന വില വർധനവിനെതിരെ കണ്ടാണശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, വൈസ് പ്രസിഡന്റ് NA നൌഷാദ്, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MK അപ്പു, ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ V ജയശങ്കർ, സിംസൺ കുത്തൂർ, EA തോമസ് എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവത്ര യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. തിരുവത്ര കുമാർ AUP സ്കൂളിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ജോജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി TV ആനന്ദ്, ട്രഷറർ ജംഷീർ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, AC ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി K രാധാകൃഷ്ണൻ, ട്രഷറർ TV ആനന്ദ് എന്നിവർ അടങ്ങുന്ന 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് ഈദ് സംഗമവും ആദരച്ചടങ്ങും കുന്നംകുളത്ത് നടന്നു. കാഴ്ചപരിമിതിയുള്ള സഹോദരങ്ങൾക്ക് ഖുർആൻ പഠനവും ആത്മീയ ബൗദ്ധിക വളർച്ചയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ 25-ലേറെ വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും കുന്നംകുളം ലിവ ടവറിലാണ് സംഘടിപ്പിച്ചത്. മലപ്പുറം MPയും അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ET മുഹമ്മദ് ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് തൃശൂർ ജില്ലാ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഫസലുദ്ദീൻ കമറുദ്ദീൻ അധ്യക്ഷനായി. ആസ ഗ്രൂപ്പ് CMDയും ജീവകാരുണ്യ രംഗത്തെ പ്രമുഖനുമായ CP സാലിഹ് വിശിഷ്ടാതിഥിയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് PA കരീം, എറണാകുളം മേഖലാ പ്രസിഡന്റ് അമീൻ ആലുവ, സംസ്ഥാന അഡ്വൈസറി ബോർഡ് കൺവീനർ ഹസൻ സിദ്ദിഖ്, കുന്നംകുളം ടൗൺ സുന്നി മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി, സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ ഇരിങ്ങല്ലൂർ, PRO അബു, കുന്നംകുളം ടൗൺ സുന്നി പള്ളി പ്രസിഡന്റ് ഉമ്മർ ഹാജി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അസ്ലം ഉസ്താദ് എന്നിവർ സംസാരിച്ചു. അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കുന്നംകുളം പ്രതിനിധി നസീമുദ്ദീൻ മാസ്റ്ററുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ അഖില കേരള ഖുർആൻ പാരായണ മത്സരത്തിൽ കാഴ്ചപരിമിതി വിഭാഗത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. കൂടാതെ 13 മണിക്കൂർ കൊണ്ട് ഖുർആൻ മുഴുവനായി കാണാതെ പാരായണം ചെയ്ത് ശ്രദ്ധേയനായ കാണിപ്പയൂർ മഹല്ല് ഖത്തീബിന്റെ മകനും കൊളത്തൂർ ഇർഷാദിയ ഖുർആൻ അക്കാദമി വിദ്യാർത്ഥിയുമായ ഹാഫിൾ ഉമൈർ ഒദലൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖുർആൻ തന്നെ അതിൻ്റെ സൈസൊക്കെ നോക്കുകയാണെങ്കിൽ വലിയതായി. എന്നാൽ ടെക്നോളജി ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തി മാറ്റങ്ങൾ വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണം തന്നെ വളരെ മോഡേണായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. നിർമ്മാണം എന്ന് പറയുന്ന സമയത്ത് വലിയതിന് പകരം ചെറുതായിട്ട് തന്നെ ദീർഘകാലം അതിൻ്റെ മുഴുവൻ നിലനിൽക്കുന്ന വിധത്തിലുള്ള ഖുർആൻ അതിൻ്റെ നിർമ്മാണമടക്കം ചെയ്യുന്ന കാര്യമാണ്.
CITU സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൊതുവിദ്യാലയങ്ങൾ കുട്ടികൾക്കായി സുരക്ഷിതവും മനോഹരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളി സംഘടന സേവന പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് നിർവഹിച്ചു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തും കാടുമൂടിക്കിടന്ന സ്കൂൾ പരിസരം വെട്ടിത്തെളിച്ചുമാണ് തൊഴിലാളികൾ സ്കൂളും പരിസരവും മനോഹരമാക്കിയത്. മുനിസിപ്പൽ കണ്ടിജന്റ് തൊഴിലാളി യൂണിയൻ ഭാരവാഹി സുനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ KA അസീസ്, ഷറഫുദ്ദീൻ, MK പ്രേമലത, സുഗു കുറ്റിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നിരവധി തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KM അഷ്റഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. KCEU ഏരിയ സെക്രട്ടറി MS സിഥൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ PT ദേവസി, TK ശിവൻ, PA ബൈജു, KA മനോജ് എന്നിവർ സംസാരിച്ചു. PB ബിബിൻ, TB ബിനീഷ്, KG ശശി, CV സകേശൻ എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് കാട്ടുപുറം ശ്രീ വേട്ടേക്കരൻ ക്ഷേത്രത്തിൽ വേട്ടേക്കരൻ പാട്ട് മഹോത്സവം 12,000-ഓടുകൂടി ആഘോഷിച്ചു. വിവിധ പരിപാടികളോടെയാണ് വേട്ടേക്കരൻ പാട്ട് ആഘോഷിച്ചത്. പുലർച്ചെ കേളി, ഗണപതി ഹോമം, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, തുടർന്ന് ഉഷപൂജ എന്നിവയും ഉണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഗുരുവായൂർ മഞ്ചരി ചെയർപേഴ്സൺ അമ്പിളി സോമന്റെ നേതൃത്വത്തിൽ ആത്മീയ പ്രഭാഷണമുണ്ടായി. തുടർന്ന് പാട്ടിനു കുറയിടൽ, ഉച്ചപ്പാട്ട് എന്നിവയും 12 മണി മുതൽ പ്രസാദകൂട്ടുമുണ്ടായി. വൈകിട്ട് 6 മണിക്ക് ഡബിൾ തായമ്പക, നിറമാല, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുവാട്ട് ഭട്ടതിരിപ്പാട്, മേൽശാന്തി ചേലക്കര, താമരശ്ശേരി മനക്കൽ മാധവൻ ഭട്ടതിരി തുടങ്ങിയവർ പൂജകൾക്ക് നേതൃത്വം നൽകി. രാത്രി 7:30 ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുള്ള ആൽത്തറയ്ക്കിൽ നിന്ന് മുല്ലയ്ക്കൽ പാട്ടിനെ എഴുന്നള്ളിച്ച് മേളത്തോടുകൂടി ക്ഷേത്രത്തിൽ വന്ന് ഈടും കൂറും ചവിട്ടൽ, കളപ്രദക്ഷിണം, കളം പൂജ, കളം മായ്ക്കൽ, തുടർന്ന് 12,000 നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതോടുകൂടി വേട്ടേക്കരൻ പാട്ടിന് സമാപനമായി. കാരിക്കുറ രാമചന്ദ്രൻ നായർ 12,000 ഉടയ്ക്കുന്നതിനും കല്ലാട്ട് രാമക്കുറുപ്പും സംഘവും കളമെഴുത്തിനും രാജപ്പന്മാരാരും സംഘവും മേളത്തിനും നേതൃത്വം നൽകി. പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി VC ജയരാജ്, പ്രസിഡന്റ് മാധവൻ കറുത്തേടത്ത്, പാരമ്പര്യ ട്രസ്റ്റി VA രാജൻ, ചെയർമാൻ ചന്ദ്രൻ തട്ടകത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ CITUവിന്റെ സ്ഥാപക ദിനാചരണം നടന്നു. ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രമുഖ സംഘടനയായ CITU രൂപീകരിച്ചതിന്റെ 56ാം സ്ഥാപക ദിനം എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റാട്ടുകരയിൽ വെച്ചാണ് ആചരിച്ചത്. സ്ഥാപക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. TD സുനിൽ അധ്യക്ഷനായി. KS പ്രമോദ്, KS സദാനന്ദൻ, സുനിയ സുനിൽ, കൃഷ്ണൻ തുപ്പത്ത്, MR രാജു എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ ജോൺ നെബുംസിയാനോസിന്റെയും വിശുദ്ധ മത്തായി ശ്ലീഹായുടെയും കിഴക്കേത്തല പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ശനി, ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് നിർവഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക ദേവാലയത്തിൽ ദിവ്യബലിയും തുടർന്ന് ലതീഞ്ഞ് നൊവേനയും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടക്കും. രാത്രി 7:15 വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയത്തിൽ നൊവേന ലതീഞ്ഞ് ഉണ്ടാകും. തുടർന്ന് മാതാവിന്റെ തിരുസ്വരൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ച് പ്രതിഷ്ഠിക്കും. ശേഷം ഭക്തജനങ്ങൾക്ക് മാതാവിന് കിരീടം ചാർത്താനുള്ള സൗകര്യമൊരുക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച ഇടവക ദേവാലയത്തിൽ രാവിലെ 5:45-നും 7-നും ദിവ്യബലി, 9 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. തിരുനാൾ പ്രദക്ഷിണം ആരംഭിച്ച് കിഴക്കേത്തല വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിലെത്തി തിരിച്ച് ഇടവക പള്ളിയിലെത്തി സമാപിച്ച ശേഷം സൗജന്യ ഊട്ടുനേർച്ച സദ്യയുടെ വെഞ്ചിരിപ്പും വിതരണവും നടക്കും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് വീടുകളിലേക്ക് വളയെഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കിരീടം എഴുന്നള്ളിപ്പ്, ഇടവക പള്ളിയിൽ നിന്ന് കിഴക്കേത്തല വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിലേക്കുള്ള എഴുന്നള്ളിപ്പും ഉണ്ടാകും. രാത്രി 8 മണിക്ക് നൊവേന, ലതീഞ്ഞ്, തുടർന്ന് സൗജന്യ നേർച്ച പായസ വിതരണവും ഉണ്ടാകും.
CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രമുഖ സംഘടനയായ CITU രൂപീകരിച്ചതിന്റെ 56ാം സ്ഥാപക വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TI ചാക്കോ അധ്യക്ഷനായി. PG സുബിദാസ്, KS സദാനന്ദൻ, KS പുഷ്പാകരൻ, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം നടന്നു. 19ാം വാർഡ് 1-ാം നമ്പർ മയൂഖം അംഗൻവാടിയുടെ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CG ജോൺ ഉദ്ഘാടനം ചെയ്തു. പുതിയതായി പ്രവേശനം നേടിയ 13 കുട്ടികൾക്കും സമ്മാനം നൽകി സ്വീകരിച്ചു. അംഗൻവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരവും നൽകി യാത്രയയപ്പ് നൽകി. വാർഡ് മെമ്പർ NK കബീർ അധ്യക്ഷനായി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സതി മണികണ്ഠൻ, അംഗൻവാടി വർക്കർ നബീസ, CK സുമ, ആശാ വർക്കർ റേസി ഷാജൻ, CDS മെമ്പർ സജിത ഷാജൻ, ADS പ്രസിഡന്റ് സുനജ പ്രസാദ്, ചാന്ദിനി പ്രഭാകരൻ, ഗിരിജ ശിവരാമൻ, K സഫീന, അലി അക്ബർ, വിജി ഹരിലാൽ എന്നിവർ സംസാരിച്ചു. പിരിഞ്ഞുപോകുന്ന കുട്ടികളുടെ അമ്മമാർ അംഗൻവാടിയിലേക്ക് മിക്സി നൽകി. ചാവക്കാട് നഗരസഭയിൽ 19 വർഷം ശുചീകരണ തൊഴിലാളിയായി സേവനമനുഷ്ഠിച്ച KP പ്രമീളയ്ക്ക് ചാവക്കാട് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങ് CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി KV വസന്ത അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കൺവീനർ KC സുനിൽ, യൂണിയൻ പ്രസിഡന്റ് AV പ്രസന്ന, ട്രഷറർ ദീപ്തി ഫ്രാങ്കോ എന്നിവർ സംസാരിച്ചു. KSU ഒരുമനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 69ാം സ്ഥാപക ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് ഒരുമനൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഒരുമനൂർ മണ്ഡലം പ്രസിഡന്റ് VS അഭിഷേക് അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ഹിഷാം കപ്പൽ, ഹഫ്സത്ത് അഷ്റഫ്, KSU മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം പഴഞ്ഞി മേലെപ്പട്ടിത്തടം ചുങ്കത്ത് സ്കറിയാച്ചൻ നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ലിസിയാണ് ഭാര്യ. റിജോ, ലിജോ, ലിജി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിലും എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങി പുതിയ സർക്കാർ. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ എക്സൈസ് മന്ത്രി M ലിജു ഇത് സംബന്ധിച്ച നിർണായക സൂചനകൾ നൽകി. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനും ശക്തിപ്പെടുത്താനും തീരുമാനം. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുമ്പ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി പോലീസ്. മേഖലയിൽ പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രതിനിധികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ചാവക്കാട് നഗരം. വിശേഷ അവധി ദിവസങ്ങളിൽ കുരുക്ക് വർദ്ധിക്കുന്ന സ്ഥിതി. ബീച്ച് റോഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. പ്രശ്നപരിഹാരത്തിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.